തിരുവനന്തപുരം മണ്ണന്തല സെന്റ് തോമസ് സ്കൂളിന് തൊട്ടടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിൻ്റെ അപ്പുറം കാണുന്നത് സെന്റ് തോമസിൻ്റെ ഗ്രൗണ്ടാണ്. അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോഴത്തേക്കും സെന്റ് തോമസ് സ്കൂളിൻ്റെ നമുക്കിപ്പോൾ മുക്കോല ജംഗ്ഷൻ എന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കുറവങ്കോണ റൂട്ടിലേക്ക് സെന്റ് തോമസ് സ്കൂളിൻ്റെ ഫ്രണ്ട് ഗേറ്റ് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലോട്ട് വരുമ്പോൾ ഇടത്തോട്ട് കാണുന്ന റോഡ് പേരാപ്പൂർ പോകുന്ന റോഡാണ്. ആ റോഡ് ജസ്റ്റ് ഇങ്ങനെ വരുമ്പം തന്നെ ഇടത്തോട്ട് ഗൗരി നഗർ എന്ന് പറഞ്ഞ് ബോർഡ് കാണാം. നമുക്ക് ആ ഒരു മെയിൻ റോഡിൽ നിന്ന്, അതായത് കുറവങ്കോണം മുക്കോലയ്ക്കൽ മെയിൻ റോഡിൽ നിന്ന് 350 മീറ്റർ മാത്രം മാറിയാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. ടോട്ടലായിട്ട് 4 സെന്റിൽ 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന അത്യാവശ്യം വലിയൊരു വീടാണ്. നമുക്ക് ഈ 4-5 ബേസ് ചെയ്തൊക്കെ നല്ല വീടുകൾ നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. മുൻവശം നോക്കിയതാ ഈ കാണുന്ന പോലെ ഇൻ്റർലോക്കെല്ലായിട്ട് നീറ്റ് ആക്കിയിട്ടുണ്ട്. മേജറായിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മുൻവശത്തുള്ള റോഡിൻ്റെ വീതി നോക്കി ഏകദേശം 4 മീറ്ററിന് മേളിൽ റോഡിന് വീതിയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടികളൊന്നും വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള കഞ്ചക്ഷനും ഇല്ല. ഇവിടെ നല്ല നല്ല വീടുകളുടെ പണികൾ ഇങ്ങനെ നടന്ന് ഏകദേശം ഫിനിഷായി പുതിയ വീടുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനിൽ നമ്മുടെ കുറവങ്കോണം ഭാഗത്തേക്കായാലും അമ്പലമുക്കിലേക്കായാലും ഏത് ഭാഗത്തേക്കും ഈസിലി ആക്സസ് വരുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി. നമുക്കിത് അവിടെ കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. അതുപോയിട്ട് ചെറിയ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങോട്ടേക്ക് ഒരു 2 വണ്ടി കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്ഥലം കിട്ടുന്നുണ്ട്. വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. നമുക്കിത് ഇങ്ങനെ ഒരു വരാന്ത സ്പേസിൽ നിന്ന് ഉള്ളിലേക്ക് പോവും. 2 ജനലുകൾ ഇങ്ങനെ സൈഡാക്കി നടുവിലേക്ക് 2 പാളികളിലായിട്ടാണ് നമുക്ക് ഈ ഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ കയറി വരുന്നത് നമ്മുടെ ഇവിടെ ഒരു കോമൺ സ്പേസ് വരും. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ലിവിങ് ഏരിയയും ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ്ങും സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ലിവിങ് ഏരിയയ്ക്ക് ഒരു നീറ്റായിട്ടുള്ള ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിലെല്ലാം അടിപൊളിയായിട്ടുള്ള ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. വാം ലൈറ്റ് തീമാണ് കൊടുത്തിട്ടുള്ളത്. മിനിമലായിട്ടുള്ള ലൈറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല എലിഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു TV യൂണിറ്റ് തന്നെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു പാർട്ടിഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ 2 ഫ്ലവർ റൈസ് ഒക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഈ ഭാഗത്ത് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ വെച്ചിരിക്കുന്ന വാഷ് ഏരിയയിൽ നമ്മുടെ വാഷ് ബേസിനെല്ലാം ജാഗ്വാർ പോലുള്ള ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കിച്ചണാണ്. ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് വരുന്ന രീതിയിൽ നല്ല നീറ്റായിട്ടുള്ള ഒരു കിച്ചൺ സ്പേസ് ആണ്. ഇവിടെ എല്ലാം തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ നമ്മൾ പിൻവശത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഏരിയ അല്ല, പക്ഷേ വർക്ക് ഏരിയ പോലെ തന്നെ പ്രയോജനപ്പെടുത്താവുന്ന ഇവിടെ ഒരു സ്ലാബും സിങ്കും എല്ലാം ഓൾറെഡി സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മീൻ എഴുവലും പരിപാടികളും എല്ലാം ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മുടെ പിൻവശം വരുന്നത് കേട്ടോ. ഈ ഭാഗത്തായിട്ട് നമുക്ക് താഴത്തെ നിലയിലെ ബെഡ്റൂം കാണാം. ഇതിവിടെ എല്ലാം നല്ല രസമായിട്ടുള്ള പെയിന്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ വാൾപേപ്പർ ഒട്ടിച്ച കണക്കുണ്ട്. പക്ഷേ ഇത് ഹാൻഡ്, അതായത് നമ്മൾ കൈക്ക് വരച്ച പെയിന്റിംഗ് ആണ്. ഇതുപോലൊരു അലമാര സ്ഥാപിച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ വരുമ്പോൾ സൊമാനി പോലുള്ള ഫിറ്റിങ്സ് ആണ് നമുക്ക് കമോഡായിട്ട് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഒരു കോമൺ സ്പേസ് വരും. ഇവിടെ ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ ഏറ്റവും വലിയ ബെഡ്റൂം. അതിൻ്റെ നീളം നോക്കി ഭയങ്കര ലെങ്തി ആയിട്ടുള്ള, ഏകദേശം നമ്മുടെ ആ താഴത്തെ ലിവിങ് സ്പേസും അടുത്തൊരു ബെഡ്റൂമും കൂടെ വരുന്ന രീതിയിലുള്ള അത്രയും സ്പേസ് ഈ ഒരു ബെഡ്റൂമിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് കബോർഡ് വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനകത്ത് ബാത്റൂം സ്പേസ് നോക്കി ഇതുപോലെ ഒരു ബാത്ത് ടബോർഡ് കൂടി ലക്ഷറിയസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതായാലും നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളത്തെ നിലയിൽ നമുക്ക് കിച്ചണൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു കോമൺ സ്പേസും പിന്നെ 2 ബെഡ്റൂമിന് നല്ലതുപോലെ തന്നെ സ്പേസ് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ സിമിലർ ആണ്. നമുക്ക് ഒരു ബെഡ്റൂമിൽ മാത്രം ബാത്ത് ടബും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് കാണാം. മുൻവശത്തെ ബാൽക്കണി സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു സ്പേസ് ആണ്. ഇവിടെ ഒരു ചെറിയൊരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമുക്കൊരു ഫാമിലി സ്പേസ് ആയിട്ട് പ്രയോജനപ്പെടുത്താവുന്ന വലിയൊരു സ്പേസ് തന്നെ ഇവിടെ തന്നെ കിട്ടുന്നുണ്ടാവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മുടെ വിഷ്വൽ വരുന്നത്. മുൻവശത്ത് കാണുന്നത് സെന്റ് തോമസ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ ആ ഒരു കോമ്പൗണ്ടാണ്. സെന്റ് തോമസിൻ്റെ കോമ്പൗണ്ടാണ്. പക്ഷേ നമുക്ക് സ്കൂളിൻ്റെ അവിടേക്ക് എൻട്രൻസ് വരുമ്പോൾ നമുക്കിങ്ങനെ ചുറ്റി ഒരു 350 മീറ്ററിൽ നമ്മുടെ സ്കൂളിൻ്റെ എൻട്രൻസിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ സെന്റ് തോമസ് സ്കൂളിൽ ബേസ് ചെയ്തൊക്കെ പിള്ളേർ പഠിക്കുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുവട്ടത്തൊക്കെ വീട് നോക്കുവാണ്, നിങ്ങൾ സിറ്റിക്കകത്ത് വർക്ക് ചെയ്യുവാണ്, അങ്ങനെയുള്ളവർക്കൊക്കെ സ്വന്തമാക്കാൻ പറ്റിയ അടിപൊളി ഒരു ലൊക്കേഷനാണ്. കാരണം ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ നേരെ, അതായത് മുക്കോലയ്ക്കൽ ഈ ഒരു റോഡ് നേരെ ചെന്ന് കയറുന്നത് വയലിക്കട ജംഗ്ഷനാണ്. അവിടെ നിന്ന് പിന്നെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്പലമുക്ക്, അതുപോലെ നേരെ പോയി കഴിഞ്ഞാൽ കുറവങ്കോണം, കവടിയാറ്, ഈ ഭാഗങ്ങളിലേക്കെല്ലാം ഈസിലി ചെന്നെത്താൻ പറ്റുന്ന രീതിയിലുള്ള റോഡ് ആക്സസ് ഉള്ള പ്രോപ്പർട്ടിയാണ്. അതായത് ഇവിടെ നമുക്ക് വയലിക്കട ജംഗ്ഷനിലേക്ക് ഒരു 2-2.5 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചു. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 1,15 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് സംസാരിച്ച് ഡീലാക്കാവുന്നത്.